ഹായ് എവരി വൺ. നമുക്കിന്ന് വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു സൈക്കോളജി കൗൺസിലർ, ട്രാഡയുടെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ സിസ്റ്റർ ജോവാൻ ചുക്കുബ്ര നമുക്കൊരു 3 മണിക്കൂറോളം ഒരു വിമാനയാത്രയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ പറ്റിയും ഡിപ്രസീവ് ആൻഡ് ആങ്സൈറ്റി ഇൽനെസ്സിനെ പറ്റിയും ഏറ്റവും ഭംഗിയായിട്ട് സംസാരിക്കാൻ അർഹതയുള്ള, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, ലോകമെമ്പാടുമുള്ള കോൺഫറൻസസിൽ പങ്കെടുത്തതിൻ്റെ നോളജ് സ്വന്തമായുള്ള ഡോക്ടർ സിസ്റ്റർ ആൻറ്റി നമ്മളോട് സംസാരിക്കുന്നതാണ്. ഡോക്ടർ സിസ്റ്ററിൻ്റെ ഒരുപാട് ലേഖനങ്ങൾ മനോരമ വാരാന്ത്യ പതിപ്പിലും ഒക്കെ ഒരുപാട് തവണ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ സിസ്റ്റർ ആൻറ്റിയോട് തന്നെ ചോദിക്കാം, ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാരിൽ പ്രിവലൻ്റായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് പേര് ജീവനൊടുക്കുന്ന ഒരു കാരണമായിട്ട് തന്നെ ഈ മെൻ്റൽ സ്ട്രെസ് മാറിയിട്ടുണ്ട്. MBBS പഠിക്കുന്ന കുട്ടികൾ, MDക്ക് DMനൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇങ്ങനെയുള്ളവരൊക്കെ മെൻ്റൽ സ്ട്രെസ്സ് മൂലം, അവരുടെ വർക്ക് പ്രഷർ മൂലമൊക്കെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന ഒരു ഭീകരമായ ചിത്രം നമുക്കിന്ന് കാണാൻ പറ്റും. ആൻഡ് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ പറ്റി ആൻറ്റിക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ആക്ച്വലി ഹ്യൂമൻ സ്ട്രെസ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സും ഉണ്ട്, അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള സ്ട്രെസ്സുണ്ട്. എൻവയോൺമെൻറ്റൽ സ്ട്രെസ് എല്ലാം ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ, നാച്ചുറൽ കലാമിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, ചുറ്റുവട്ടത്തുള്ള പൊല്യൂഷൻ, ടു മച്ച് ഓഫ് ക്രൗഡഡ് സിറ്റുവേഷൻ, പിന്നെ ബാക്ക് ടു വർക്ക് പ്രോഗ്രാം, ജോബിൻ്റെ ഇങ്ങനത്തെയൊക്കെ വരുന്നത് പുറത്തുനിന്നുള്ളതാണ്. എന്നാൽ ഉള്ളിൽ നിന്നുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് അവനവൻ്റെ കാഴ്ചപ്പാടിലാണ് കിടക്കുന്നത്. അവനവൻ്റെ പെർസെപ്ഷൻ അല്ലെങ്കിൽ കാഴ്ചപ്പാട്, ജീവിതത്തെക്കുറിച്ച് എന്താണോ അതനുസരിച്ചാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണം, എല്ലാത്തിൻ്റെയും മേൽ കൺട്രോൾ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ 24 മണിക്കൂറിൽ നമ്മൾ 20 പ്രാവശ്യമെങ്കിലും സ്ട്രെസ്സിൻ്റെ അതോടെ കടന്നു പോകും. മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മളെല്ലാ സാഹചര്യത്തെയും നിയന്ത്രിക്കാനായിട്ട് നോക്കുന്നു. അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല താൻ. പിന്നെ എല്ലാം പെർഫെക്റ്റ് ആക്കാൻ നോക്കിയാൽ ഇല്ല. ഹ്യൂമൻ ഇംപെർഫെക്ഷനുള്ള ഒരു ജീവിതമാണ് എല്ലാ മനുഷ്യരുടേതും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും ജനറ്റിക്കായിട്ടും മനുഷ്യന് ലിമിറ്റേഷനുണ്ട്. അതും അംഗീകരിക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരും. ഇതാണ് കാഴ്ചപ്പാട് കൊണ്ടുണ്ടാകുന്ന ഒരു സ്ട്രെസ്സ്. പിന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ അത് കോൺഫ്ലിക്റ്റ് വരിക എന്നുള്ളത് സാധാരണമാണ്. ഒരു ബന്ധം ആഴത്തിലുള്ളതാണ് എങ്കിൽ കോൺഫ്ലിക്റ്റ് അനിവാര്യമാണ്. അനിവാര്യം എന്ന് പറഞ്ഞാൽ അതില്ലാതെ ഒരു ബന്ധം കെട്ടുറപ്പുള്ളതാകുന്നില്ല എന്നുള്ളതാണ്. കാരണം വ്യക്തികൾ പ്രയോറിറ്റി കൊടുക്കുന്നത് വളരെ ഡിഫറെൻ്റാണ്. വ്യക്തികൾ പ്രതികരിക്കുന്ന രീതി ഡിഫറെൻ്റാണ്. പ്രിഫറൻസ് കൊടുക്കുന്നത്, അവനവന് ഇഷ്ടമുള്ള സംഗതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. മൂല്യങ്ങൾ പോലും ഉണ്ടെങ്കിൽ തന്നെയും ചില മൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ കൃത്യനിഷ്ഠയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, മറ്റേയാൾ കൃത്യനിഷ്ഠയ്ക്ക് ഒട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇറങ്ങാൻ നേരത്തും, കയറാൻ നേരത്തും, ഉറങ്ങാൻ നേരത്തും, കഴിക്കാൻ നേരത്തും എല്ലാം നമ്മളിങ്ങനെ സ്ട്രെസ്ഡ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങളെന്താ സമയത്ത് വരാത്തത്, നിങ്ങളെന്താ സമയത്ത് വരാത്തത്, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ബ്ലഡ് പ്രഷറാണ് കൂടുന്നത്. കാരണം നമ്മൾ ഒട്ടും അഡ്ജസ്റ്റ്മെൻറ്റിനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതെ മാറുകയാണ്. കാരണം നമ്മുടെ പ്രയോറിറ്റി, അതുപോലെ ചിലർ മണിക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നു. എല്ലാത്തിനും അക്കൗണ്ട് എഴുതുക എന്നുള്ളത് വളരെ നല്ലത് തന്നെ. ബഡ്ജറ്റ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നല്ലത് തന്നെ. പക്ഷെ അതിന് നമ്മളൊരു അടിമയാകാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം ഒരു പ്രശ്നമാകും. കറക്റ്റ്. അപ്പോൾ ചിലപ്പോൾ മനുഷ്യബന്ധത്തേക്കാൾ കൂടുതൽ പണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗതികേട് നമുക്ക് വരാം. മക്കളോടും ഭാര്യയോടും പിന്നെ മാതാപിതാക്കളോടും വരെ കണക്ക് പറയുന്നവരുണ്ട്. പിന്നെ എല്ലാ മുറികളിൽ കൂടെ നടന്ന് ഇലക്ട്രിസിറ്റി ഓഫാക്കുന്നവരുണ്ട്. ഭക്ഷണം പോലും അളന്ന് തൂക്കി മാത്രം തിന്നാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും അതിൻ്റെ ആ ഗതികേട് മനസ്സിലാവുകയുള്ളൂ. അത് അവനവന് സ്ട്രെസ് ഉണ്ടാക്കുന്നു, കൂടുതൽ ജീവിക്കുന്നവർക്കും സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ ജീവിക്കുന്നവർ പോലും ആഴത്തിലൊരു സ്നേഹമുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു മൂല്യത്തോട് ചേർന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് അകന്നകുന്നു.
അല്ലെങ്കിൽ വഴിമാറി ജീവിക്കും. അപ്പോൾ ഈ വഴിമാറി ജീവിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും ലോൺലിനെസ് എന്ന് പറയുന്ന സ്ട്രെസ് മനുഷ്യനുണ്ടാകുകയാണ്. ഇങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സ്ട്രെസ്സ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഫിസിയോളജി മനസ്സിലാക്കണം. ഫിസിയോളജി ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് മനുഷ്യന് എന്തൊരു കാഴ്ചപ്പാടിലൂടെ ഈ 5 സെൻസസിലൂടെ വരുന്ന എന്ത് കാഴ്ചപ്പാടിലൂടെയും മനുഷ്യൻ അൺപ്ലസൻ്റ് ആയിട്ടുള്ള വികാരങ്ങളെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ തലച്ചോറിലേക്കാണ് ഈ സെൻസേഷൻസ് എല്ലാം ചെല്ലുന്നത്. ഈ ഭയം, അരിശം, സങ്കടം, കുറ്റബോധം, നാണക്കേട്, അപകർഷത, ഇതെല്ലാം വികാരങ്ങളും കൂടി ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. ഈ വികാരങ്ങളാണ് മനുഷ്യന് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ഈ നെഗറ്റീവ് വികാരങ്ങൾ തലച്ചോറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, അത് വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ നെഗറ്റീവ് വികാരം കണ്ടമാനം ഉണ്ടാകുമ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് അത് വൈബ്രേറ്റ് ചെയ്യും. ഇങ്ങനെ അമിഗ്ഡാല കണ്ടമാനം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. എങ്ങോട്ടാണ് സിഗ്നൽ കൊടുക്കുന്നത്? സിഗ്നൽ കൊടുക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനാണ്. എനിക്കിത് എടുക്കാൻ പറ്റില്ല, ഞാനിത് മടുത്തു, ദിസ് ഈസ് ടു മച്ച്, ഐ കനോട്ട് മാനേജ്, ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല. ഇങ്ങനെ ഒരു ബ്രേക്ക് ഇടുന്നത് പോലെയുള്ള ഒരു സൂചന തലച്ചോറിൻ്റെ ഉള്ളിൽ കൂടെ പോവുക. ഉടനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം കൂടെ സേവ് ചെയ്യാനായിട്ട് പോകും. അത് ഒരു പരിധി കഴിയുമ്പോൾ അതിനങ്ങനെ ഒരു ഹൈറ്റൻഡ് ലെവലിൽ വർദ്ധിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ കൂടുതലുണ്ടാകും. അപ്പോഴേക്കും മനുഷ്യൻ ഡിപ്രഷനിലേക്ക്, ആകാംക്ഷയായിട്ട് നിൽക്കുന്നില്ല, അത് ഡിപ്രഷനിലേക്ക് പോയി ഗിവപ്പ് ചെയ്യും. ഉടനെ നമുക്കറിയാം ഈ സെറട്ടോണിൻ്റെയൊക്കെ അളവ് എങ്ങനെയാണ് വേണ്ടത്രതായ ഫങ്ഷനിങ്ങിനും അത് കാണുകയില്ല. പിന്നെ അത് ആർട്ടിഫിഷ്യലി മരുന്ന് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്കൊരു ആൻറ്റി ഡിപ്രസൻ്റ് വേണം, ഒരു സെറട്ടോണിൻ റീഅപ്റ്റേക്ക്, അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും വിധത്തിലുള്ള ആൻറ്റി ഡിപ്രഷൻ, ആൻറ്റി ആങ്സൈറ്റി, ഇങ്ങനെയാണ് നമ്മൾ മെഡിക്കേഷനിൽ ചെന്ന് ചാടുന്നത്. പക്ഷേ ആ മെഡിക്കേഷൻ നമ്മളെ സുഖപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സിംറ്റം ഫ്രീ ആക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒറിജിൻ നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ജീവിതശൈലി, നമ്മുടെ പ്രതികരണ രീതിയാണ്. അത് മനസ്സിലാക്കി കൊടുക്കും. അവിടെയാണ് ഒരു എമ്പത്തറ്റിക് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി ഒരു വ്യക്തിയുമായിട്ട് ഒരു ആശയവിനിമയം നടത്തണം കൗൺസിലിങ്ങിലൂടെ. അപ്പോൾ വ്യക്തിയോട് തന്നെ പറയണം, ഏത് സാഹചര്യത്തിൽ നിൻ്റെ BP കൂടും, ഏത് സാഹചര്യത്തിൽ നിൻ്റെ ഷുഗറിൻ്റെ അളവ് കൂടും, ഏത് സാഹചര്യത്തിൽ നിനക്ക് ഉറക്കക്കുറവ് വരും. ഇങ്ങനെ കണക്ട് ചെയ്യാൻ പഠിപ്പിക്കണം. അതായത് ഒരു ഡീപ്പ് അവെയർനെസ്, അതാണ് മൈൻഡ്ഫുൾനെസ്. ഒരു ഡീപ്പ് അവെയർനെസ്സിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ആ അവെയർനെസ്സിനകത്ത് നമ്മുടെ പ്ലസും മൈനസും രണ്ടും നമ്മൾ ബോധ്യത്തിലേക്ക് വരണം. നമുക്ക് എല്ലാവർക്കും മൈനസ് ഉള്ളതിൻ്റെ ഇരട്ടി പ്ലസ്സും ഉണ്ട്. നമ്മുടെ ഒരു അണ്ടർ ഡോഗിനെ നമ്മുടെ ടോപ്പ് ഡോഗ് കൊണ്ട് നമുക്ക് ടൈം ചെയ്യും, ഒരു ഇണക്കിയെടുക്കും. അപ്പം നമ്മൾ ഒത്തിരി അരിശമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ പറയാം, ഒരു ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് ചെയ്യുക. യു കൗണ്ട് അപ്പ് ടു 10 or 20, അതിനുശേഷമേ സംഭാഷണം നടത്താവൂ. കാരണം ചിലപ്പോൾ ആങ്കറിനെ എസ്കലേറ്റ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. ഉടനെ മറ്റേ ആളും അയാളുടെ ഈഗോയെ ഹർട്ട് ചെയ്യുമ്പോൾ ഒരു നാർസിസ്റ്റിക് ടെൻഡൻസി എല്ലാ മനുഷ്യനുണ്ട്, സ്വയം പ്രൊട്ടക്ഷൻ. തിരിച്ചതിൽ കൂടിയ തെറിയുന്നുണ്ട്, ഉടനെ അതിൽ കൂടിയ തെറി നമ്മൾ. അപ്പോൾ ഇങ്ങനെ പകരം വീട്ടി പോകുമ്പോൾ ചിലപ്പോൾ ഒരു ബന്ധം തന്നെ പൊളിഞ്ഞു പോകും. ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുമ്പോൾ വെറുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ വെറുപ്പ് കാണുകയില്ല. ഈഗോയുടെ ക്ലാഷാണ്, ഒരു ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത. അപ്പോൾ അവരോട് പറയണം, ഇത് നിങ്ങളുടെ ഗ്രന്ഥികളെ എല്ലാം ബാധിക്കുന്നുണ്ട്. തൈറോയിഡ് പിറ്റ്യൂട്ടറി തന്നെ നിൽക്കുന്നില്ല, തൈറോയിഡിലേക്ക് സിഗ്നൽ കൊടുക്കുന്നു, ഉടനെ തൈറോയിഡ് ഓവർലോഡ് ചെയ്യും. ആർട്ടറിയലിലേക്ക് കൊടുക്കുന്നു, ഉടനെ അത് കോർട്ടിസോൾ ഉണ്ടാക്കി ജനറ്റിക് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ദൂഷിത വലയം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, ഫിസിയോളജിക്കലി ആൻഡ് സൈക്കോളജിക്കലി. ഈ സ്ട്രെസ് പാറ്റേൺ മനുഷ്യൻ പഠിച്ചെടുത്ത് കഴിയുമ്പോൾ